Android programming. Dear students, so today we will discuss about the first Android program. Okay, എങ്ങനെ ഒരു ആൻഡ്രോയിഡ് പ്രോഗ്രാം ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കണ്ടന്റ് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ദ പ്രോഗ്രാം സോഴ്സ് കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യാം കേട്ടോ. ഇവിടെ ജാവയിലാണ് നമ്മൾ സോഴ്സ് കോഡ് ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഡീബഗ് ദ പ്രോഗ്രാമിൽ ഏതെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഡീബഗ് ചെയ്യാം. അങ്ങനെ ഡീബഗ് ചെയ്ത കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കാം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം യൂസിങ് AVD ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ എക്ലിപ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. എക്ലിപ്സ് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആൻഡ്രോയിഡ് ഡെവലപ്പർ ടൂൾസ് ADT. അത് നോർമൽ എക്ലിപ്സ് ഒരു IDE ആണ്, പക്ഷേ ആ IDE കൂടെ ആൻഡ്രോയിഡ് SDK പ്ലഗിൻ ആഡ് ചെയ്യണം. ADT പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അതിന്റെ ഇന്റർഫേസ് നമുക്ക് കിട്ടും. സോ ഇവിടെ ഈ ഒരു ഇന്റർഫേസിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്യാം. ന്യൂല് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് ആണോ. ഇത് ADT പ്ലഗിൻ ആഡ് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ ഉണ്ടായിരിക്കുള്ളൂ ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്, ഇല്ലെങ്കിൽ ജാവ പ്രോജക്റ്റ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ് ഇതുപോലെ നമുക്കൊരു വിൻഡോ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇവിടെ ആപ്ലിക്കേഷൻ നെയിം എൻ്റർ ചെയ്യാണ്ട് എന്തെങ്കിലും എറേഴ്സോ അതുമായി ബന്ധപ്പെട്ട വാർണിംഗ്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ടൈപ്പ് കൊടുക്കാം. ഓക്കെ, മൈ ഫസ്റ്റ് ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം പ്രോജക്റ്റ് നെയിം, നമ്മളൊരു വലിയ പ്രോജക്റ്റ്, ഇത് ആപ്ലിക്കേഷൻ നെയിമാണ്. പ്രോജക്റ്റ് നെയിം ബൈ ഡിഫോൾട്ട് തന്നെയാണ് വരിക, സ്പേസ് ഇല്ലാതെ. നമുക്ക് വേണമെങ്കിൽ എന്താ വേറെ നെയിം കൊടുക്കാം. ഒരു കോളേജിനകത്ത് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇവിടെ കോളേജിന് കൊടുക്കാം. അതിനകത്ത് ഒരു അറ്റൻഡൻസ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമുക്ക് നേടാം അറ്റൻഡൻസ് ഇവിടെ കൊടുക്കാം. സോ നമ്മൾ ആപ്ലിക്കേഷൻ നെയിം അറ്റൻഡൻസ് ഒന്നും അത് ചെയ്യുന്നത് പ്രോജക്റ്റ് കോളേജ് എന്നുള്ളതും കൊടുത്തു. കോളേജിന്റെ അണ്ടറിൽ വരുന്നതാണ് അറ്റൻഡൻസ്. ലൈബ്രറി മാനേജ്മെന്റ് വേറൊന്നാണ്. അതുപോലെ സ്റ്റാഫിന് ഡീറ്റെയിൽസ് ചെയ്യണമെങ്കിൽ അതിന്റെ വേറൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ മെയിൻ പ്രോജക്ട് നെയിം ഇവിടെ കൊടുക്കാം, അതിന്റെ താഴെ വരുന്ന ആപ്ലിക്കേഷൻ നെയിമും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കോളേജിന് കൊടുക്കാം. അതുപോലെ ഇവിടെ പാക്കേജ് നെയിം ആഡ് ചെയ്യണം. നമുക്ക് ജാവയിലൊക്കെ ചെയ്യുമ്പോൾ പാക്കേജ് ഉണ്ടാവില്ല, ഇമ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ. com.example. ഈ എക്സാമ്പിൾ എന്നുള്ളത് ഒരു ഡെമോ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഡെമോ മാറ്റാം, നമുക്കൊരു ഒറിജിനൽ വെർഷൻസ് കൊടുക്കാം. ഞാൻ അവിടെ ഒരു ഡൊമൈൻ നെയിം കൊടുക്കാം, AWS. ഓക്കെ, ഒരു ഡൊമൈൻ നെയിം സെറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് വെർഷൻ നോക്കിയാൽ മിനിമം റിക്വയർഡ് SDK, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റിന് SDK എന്ന് പറയാറ്. ഇതിൽ മിനിമം റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണ് ഏതാ, 2.2 കൊടുത്തു ഫ്രോയോ. നമുക്ക് 1.1 മുതൽ ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് വെർഷനും നമുക്ക് എന്ത് ചെയ്യാം, മിനിമം വെർഷൻ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഫ്രോയോ കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഫ്രോയോ വെർഷൻ എങ്കിലും വേണം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ. ആ മിനിമം SDK എങ്കിലും അത് വേണം. അപ്പോൾ ഫ്രോയോ ഉപയോഗിക്കുന്ന ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് ഉണ്ടെങ്കിൽ അതിൽ ഇത് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം, 2.2 ഇതും കൊടുക്കാം. അപ്പോൾ അതിന് താഴെയുള്ള വെർഷൻസിലൊന്നും ഈ ഒരു ആപ്ലിക്കേഷൻ എക്സിക്യൂട്ട് ആവില്ല. അതുപോലെ ടാർഗറ്റ് SDK മീൻസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന SDK ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനിലാണ് അത് വരിക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഏതും കൊടുക്കാം. ഇപ്പോൾ ഇതിലുള്ള വെർഷൻ 4.2 ആണ് ലേറ്റസ്റ്റ് വെർഷൻ, ജെല്ലി ബീൻ. ഓക്കെ, അതൊരു സ്റ്റാൻഡേർഡ് വെർഷൻ ആയതുകൊണ്ടാണ് ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പോൾ ഓൾറെഡി 10 റിലീസാണ്. അതുപോലെ 11 ഈ ലാസ്റ്റ് സെപ്റ്റംബറിൽ റിലീസ് ആയിട്ടുണ്ട്, 28. ഈ ഒരു SDK ഉള്ളത് 4.2 ആണ്. കാരണം ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് വളരെ സ്റ്റാൻഡേർഡ് വെർഷനാണ്. കാരണം അധികം മെമ്മറി ഒന്നും കൺസ്യൂം ചെയ്യാത്ത ഒരു സിമ്പിൾ വെർഷനാണ്. അതുകൊണ്ടാണ് ജെല്ലി ബീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. മാക്സിമം വെർഷൻ ജെല്ലി ബീൻ ആണ്. അതുകൊണ്ട് തന്നെ ടാർഗറ്റ് SDK ജെല്ലി ബീൻ വരെയുള്ള ഡിവൈസിലാണ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ദെൻ API ലെവൽ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണോ അതാണ് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യുക. അത് വെച്ചിട്ടാണ് ഇത് കമ്പയർ ചെയ്യുക. കമ്പയർ വിത്ത് APK. ഇപ്പോൾ API മാക്സിമം വരുന്ന ഇപ്പോൾ 29 ആണെന്ന് തോന്നുന്നു, 29, 30 ഒക്കെ വരുന്നുണ്ട് മാക്സിമം വരുന്ന ലേറ്റസ്റ്റ് API. ഇതിൽ 17 ആണുള്ളത്. ജെല്ലി ബീൻ ആയതുകൊണ്ട് 17 API മതി. അതുപോലെ തീം വഴി ഞാൻ ഹോളോ ലൈറ്റ് വിത്ത് ഡാർക്ക് ആക്ഷൻ ബാർ, ഇതാണ് കുറച്ചുകൂടെ കാണാനൊരു ഭംഗിയുള്ളത്. ഹോളോ ലൈറ്റ് വിത്ത് ഡാർക്ക് ആക്ഷൻ ബാർ. ഓക്കെ, സോ ഇത് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് എല്ലാം ക്ലിക്ക് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പറയുന്നത് ലോഞ്ചർ ഐക്കൺ, ക്രിയേറ്റ് കസ്റ്റം ലോഞ്ചർ ഐക്കൺ. ഇതുപോലെ ഒരു ഐക്കൺ നമുക്ക് വേണമല്ലേ ഹോം സ്ക്രീനിൽ. ഇപ്പോൾ ഹാക്കിംഗ് ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ് ഒക്കെ അവൈലബിൾ ആണ്. അതിനൊന്നും ഇതുപോലെ ലോഞ്ചർ ഐക്കൺ ഉണ്ടാവില്ല. ഇൻസ്റ്റാൾ ചെയ്താൽ പിന്നെ ഐക്കൺ കാണാണ്ടാവില്ല. ഐക്കൺ കാണണമെങ്കിൽ നമ്മൾ ഇതിൽ കോഡൊക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഐക്കൺ വേണമെന്നാണ് ചോദിക്കുന്നത്. ഐക്കൺ ഉള്ളത് ഐക്കൺ ഇല്ലാത്തതും ക്രിയേറ്റ് ചെയ്യാം. സോ നമുക്ക് ഐക്കൺ വേണം, ഒരു ഐക്കൺ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ദെൻ ക്രിയേറ്റ് ആക്ടിവിറ്റി, അതായത് യൂസർ ഇന്റർഫേസ് വേണം. അതിന് ആക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യണം, ഫസ്റ്റ് ആക്ടിവിറ്റി. അതുപോലെ പ്രൊജക്ടിന്റെ വർക്ക് സ്പേസ്, ഏത് ലൊക്കേഷനിലാണ് വർക്ക് ഉള്ളത്. ഇപ്പൊ നോക്കിയേ, ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ ആണ്, ഒരു ഡ്രൈവ് ആണ്. ഡ്രൈവിൽ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ, വർക്ക് സ്പേസ് 1 കോളേജ്. ഈ കോളേജ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ, ഈ ഫോൾഡറിനകത്താണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഉണ്ടാവുക. ആ ഒരു ഫയൽ ലൊക്കേഷൻ ആണ് വർക്കിംഗ് ഡയറക്ടറി. നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. വർക്ക് സ്പേസ് പറയുന്നുണ്ട്, ഇത് ക്ലിക്ക് ഓഫ് ആണ് ആയിട്ട് പറഞ്ഞാൽ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഡെസ്ക്ടോപ്പിലോ മൈ ഡോക്യുമെന്റ്സിലോ എവിടെയും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബൈ ഡിഫോൾട്ട് ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്, ഇൻസ്റ്റാളേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു വർക്ക് സ്പേസ് സെറ്റ് ചെയ്യാന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺ സെറ്റ് ചെയ്യണം. നമ്മൾ ഐക്കൺ കൊടുത്ത് ക്രിയേറ്റ് ലോഞ്ചർ ഐക്കൺ കൊടുത്തിട്ടുണ്ടല്ലോ. ലോഞ്ചർ ഐക്കൺ നമുക്ക് സെറ്റ് ചെയ്യണം.
സെറ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ഫോണിന്റെ ഡിവൈസും വ്യത്യസ്ത സൈസിലായിട്ടുണ്ടായിരിക്കുക. ഇപ്പൊ ടാബ്ലറ്റ് ആകുമ്പോൾ കുറച്ച് വലിയ സൈസുള്ള ഐക്കൺ വേണ്ടി വരും. ഓക്കെ, വലിയ സൈസുള്ള ഐക്കൺ. അതുപോലെ ഫോണ് 4.4 ഇഞ്ചൊക്കെ അല്ലെങ്കിൽ 3.7 ഇഞ്ച് ഫോണൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ക്രീനിലാണെങ്കിൽ ചെറിയ ഐക്കൺ മതി. അപ്പൊ ഐക്കൺ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, MDPI മീഡിയം ഡോട്ട് റേഞ്ച്, HDPI ഹൈ ഡെഫിനിഷൻ, അതുപോലെ XHDPI, XX XXHDPI ആ സൈസ് കൂടുന്നതനുസരിച്ചിട്ടാണ്. ലോഞ്ചർ ഐക്കൺ ബൈ ഡീഫാൾട്ട് ഈ ഐക്കൺ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഡിവൈസിന് കമ്പ്യൂട്ടറിന്റെ ഡിവൈസിന് ലാപ്ടോപ്പിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബ്രൗസ് ചെയ്തിട്ട് ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇതൊരു ഐക്കണാണ്, ഒരു ഐക്കൺ സെറ്റ് ചെയ്ത് കൊടുത്തു. പല സൈസിൽ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഫോർഗ്രൗണ്ട്, സ്കെയിലിംഗ് സെറ്റിംഗ്, സെന്റർ, ക്രോപ്പ്, നമ്മൾ കണ്ടന്റ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ്, സ്ക്വയർ, സർക്കിൾ. ഇവിടെ സർക്കിളിന് സിമ്പിൾ വന്നു. ഒന്നുമില്ലാത്ത സിമ്പിളാണ് ബൈ ഡീഫാൾട്ട്. സർക്കിൾ ആണെങ്കിൽ ചുറ്റും ഒരു സൈക്കിൾ വരും. അതിന്റെ കളർ വൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, റെഡ് ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാം. കാണാൻ പറ്റും, കണ്ടോ റെഡ് കളർ ഒന്ന്. ഓക്കെ, നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ രൂപത്തിൽ ഐക്കൺ കിട്ടും. അപ്പൊ ഏത് രൂപം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബ്ലാങ്ക് ആക്ടിവിറ്റി. ഇപ്പൊ ഇത് 4.2 ജെല്ലി ബീൻ ആണ്. അതുപോലെ SDK അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വളരെ 3 കണ്ടന്റ് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. ബ്ലാങ്ക് ആക്ടിവിറ്റി ഇതുപോലെ ഒരു ആക്ഷൻ ബാർ ഉണ്ടായിരിക്കും. ഈ ഒരു ഭാഗത്ത് വൈറ്റ് ഏരിയ, വർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും. ഫുൾ സ്ക്രീൻ ആക്ടിവിറ്റി, ഒരു വീഡിയോ പ്ലെയർ ചെയ്യുകയാണെങ്കിൽ മാപ്പ് വ്യൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഫുൾ സ്ക്രീൻ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ടൈപ്പ് ആപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ മാസ്റ്റർ ആൻഡ് ഡീറ്റെയിൽഡ് വ്യൂ. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ വരും. ഇതാണ് മാസ്റ്റർ ആൻഡ് ഡീറ്റെയിൽഡ് വ്യൂ എന്ന് പറഞ്ഞ കണ്ടന്റ്. ഓക്കെ, ഇവിടെ തേർഡ് വൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് റൈറ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്തു. ഈ രൂപത്തിൽ ചെയ്യാം. അപ്പൊ 3 ഉള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് അവൈലബിൾ ആണ്, ചെയ്യാനും കഴിയും. പക്ഷേ ഈ ഒരു SDKയിൽ 3 ഉള്ളൂ വർക്ക് ചെയ്യിപ്പിക്കണം 4.2. അപ്പൊ നമുക്ക് ഇവിടെ ബ്ലാങ്ക് സെറ്റ് ചെയ്യാം. ഏത് ആപ്ലിക്കേഷൻ അത് സെറ്റ് ചെയ്യട്ടെ, നോ പ്രോബ്ലം. ഒരു ബ്ലാങ്ക് സെറ്റ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ആക്ടിവിറ്റി നെയിം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലേഔട്ടിന്റെ നെയിം എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ. അതുപോലെ ലേഔട്ടിന്റെ നെയിം മെയിൻ ആക്ടിവിറ്റി .java എന്നാണ് ഫയൽ നെയിം വരിക. അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ലേഔട്ടിനും ആക്ടിവിറ്റി _main .xml എന്നാണ് ഇവിടെ വരിക. അപ്പൊ ഈ ഫയൽ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫയൽ നെയിം അല്ല, ആ ബേസിക് നെയിം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് മെയിൻ ആക്ടിവിറ്റി, ആ ഒരു മെയിൻ സ്ക്രീൻ. അതിന്റെ ലേഔട്ട് വിൻഡോ ആണ് ഈ കാണിക്കുന്നത്. അതിന്റെ നെയിം ചേഞ്ച് ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ 2 അറേഞ്ച് ചെയ്യാം. ബൈ ഡീഫോൾട്ട് തന്നെയാണ്, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ എന്ത് വരാം, നമ്മുടെ പ്രോഗ്രാമിന്റെ പേര് കൊടുക്കാം, മൈ ഫസ്റ്റ് ആപ്പ് എന്നോ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം, നോ പ്രോബ്ലം. ഫയൽ നെയിം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. ദെൻ ഫിനിഷ് ചെയ്യാം. ഇവിടെ ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ ഒരു റൈറ്റ് സൈഡിൽ താഴെ ഇത് കംപ്ലീറ്റ് ലോഡ് ചെയ്ത് വരും. ആ വരുന്നത് കൂടെ ജസ്റ്റ് അതിന്റെ ഒരു ഇന്റർഫേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വരും. നോക്കാം, ലോഡിംഗ് ഡാറ്റ ഫോർ ആൻഡ്രോയിഡ് 4.2 ജെല്ലി ബീന്റെ വെർഷനിലാണ് ലോഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇതാ വന്നു. ഈ ഒരു ഭാഗത്ത് കണ്ടുണ്ട്. ഇതാണ് ആൻഡ്രോയിഡിന്റെ നമുക്ക് ആപ്ലിക്കേഷന്റെ സ്ട്രക്ചർ പറഞ്ഞു. സ്ട്രക്ചർ ഓഫ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് ഓരോന്നും ആപ്ലിക്കേഷൻ നെയിമും കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ കോളേജ് എന്ന് പറഞ്ഞൊരു അണ്ടറിലാണ് ക്രിയേറ്റ് ചെയ്തത്, പ്രോജക്റ്റിന്റെ അണ്ടറിലാണ് ഡാറ്റ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. ഇവിടെ കണ്ടോ, മൈ ഫസ്റ്റ് ആപ്പ്, നമ്മളെ ആപ്ലിക്കേഷന്റെ നെയിമാണ് ഫസ്റ്റ് ആപ്പ്, ഒരു ഐക്കൺ. ഇത് ഈ ഒരു സ്ക്രീൻ, വലിയ സ്ക്രീനിൽ ഇപ്പൊ ഇതേ കാണാൻ കഴിയുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സൈസ് കൂട്ടി നോക്കാം. അതിവിടെ സൂം ചെയ്യാം. കണ്ടോ, ഐക്കൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐക്കൺ മൈ ഫസ്റ്റ് ആപ്പ് എന്ന് തന്നെ ആപ്ലിക്കേഷൻ നെയിം. ഇതൊരു ബൈ ഡീഫോൾട്ട് ഹലോ വേൾഡ് റൺ ചെയ്യുമ്പോൾ തന്നെ അത് വരുന്ന ഒരു വിൻഡോ ആണ്, ഹലോ വേൾഡ് പറഞ്ഞിട്ട്. അപ്പൊ നമുക്കത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, സൂം ഔട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഈ ഒരു സ്ട്രക്ചർ ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ വീഡിയോ കാണാം. ദെൻ നമുക്ക് ഇതൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കണ്ട, ഇവിടുന്ന് ഒരു ടെക്സ്റ്റ് ബോക്സ്, ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, താഴെ നമുക്കൊരു കമാൻഡ് ബട്ടൺ കൊടുക്കണ്ട. എല്ലാ കൺട്രോൾസും ഇവിടെ അവൈലബിൾ ആട്ടോ. ലേറ്റസ്റ്റ് SDK ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ കൺട്രോൾസും, ഇമേജിന്റെ കൺട്രോൾസ്, ഡേറ്റ് ആൻഡ് ടൈം, ട്രാൻസിഷൻ, നമുക്ക് ഓരോന്നും ഓരോ ക്ലാസ്സിൽ നമുക്ക് പറയാം. ലേഔട്ടുകൾ, ഓക്കെ, പാസ്വേഡ് എൻട്രി ചെയ്യാനുള്ളത്, നോർമൽ. ഇതൊരു ലാബലാണ്, ഫസ്റ്റ് വൺ ലാബൽ. ഒരു ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞ കണ്ടന്റ് ആണ് ലാബൽ എന്ന് പറയാം. നമുക്ക് 3rd മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട് കൺട്രോൾസ്. ഓക്കെ, സോ ഹലോ വേൾഡ് നമ്മുടെ ലാബില്. അതുപോലെ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ്, അതുപോലെ ഇവിടെ ഒരു ബട്ടൺ. 3 കൺട്രോൾസ് ക്ലിയർ അല്ലേ. ഇനി ഈ പ്രോഗ്രാം നമുക്ക് കോഡൊന്നും എഴുതുന്നില്ല. കോഡ് നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ് എങ്ങനെയാ കോഡിന് എഴുതിയ. ഇവിടെ ജാവ ഫയൽ എവിടുന്ന കിട്ടുക, SRC കണ്ടോ, com.aws.college. അതില് മെയിൻ ആക്ടിവിറ്റി .java. ഈ നെയിം ആയിരുന്നു നേരത്തെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ നെയിം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ബൈ ഡീഫോൾട്ട് അവിടെ കൊടുത്ത നെയിം അതുകൊണ്ടാണ് വന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് ജസ്റ്റ് ജാവയുടെ പാക്കേജ് com.aws.college. ഇമ്പോർട്ട് ആൻഡ്രോയിഡ് OS ബണ്ടിൽ ഇമ്പോർട്ട്. ഇത് ജാവയുടെ കംപ്ലീറ്റ് കോഡാണ്. ഇവിടെ ആയിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ
ആപ്ലിക്കേഷൻ ലൈഫ് സൈക്കിൾ പറഞ്ഞു തരും അല്ലേ? കണ്ടോ, ഓൺ ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഓൺ ക്രിയേറ്റ്. ഇതൊരു ക്ലാസ് ആണ്, മെയിൻ ആക്ടിവിറ്റി എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി. ഫസ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന ഏതായാലും മെത്തേഡ് ഓൺ ക്രിയേറ്റ് മെത്തേഡ് ഫസ്റ്റ് ലോഡ് ചെയ്യുക. ദെൻ ഓൺ ക്രിയേറ്റ് മെത്തേഡിന്റെ താഴെ ആയിരിക്കും അതിന്റെ കണ്ടന്റ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് സ്റ്റാർട്ട്, ആക്ടിവിറ്റി സ്റ്റാർട്ടും മെത്തേഡ്സും എല്ലാം വർക്ക് ചെയ്യുക പിന്നെ ഇതിന്റെ അകത്തായിരിക്കും. ദെൻ മെനു ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷനാണ് ഇത്രയും പോർഷൻ. ഇത് മെനു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ മെനു വരാൻ വേണ്ടിയിട്ടുള്ള കോഡാണിത്. ഇത് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ മെനു ഉണ്ടാവില്ല, മെനു ക്ലിക്ക് ചെയ്യാൻ ഓപ്ഷൻ വരില്ല. കണ്ടോ ഇവിടെ ഓൺ ക്രിയേറ്റ് ഓപ്ഷൻ മെനു ഒക്കെ നമ്മൾ പഠിക്കും. 4th മൊഡ്യൂളിൽ മെനുവിന്റെ കണ്ടന്റ് വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും പോർഷൻ ആണ്. ഇതിന്റെ അകത്താണ് നമ്മൾ ഇവിടെ എൻ്റർ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, കോഡ് എഴുതി തുടങ്ങി. അപ്പൊ നമുക്ക് കോഡ് എഴുതുന്ന കണ്ടന്റ് ഒക്കെ പിന്നീട് പറയാം. ഫസ്റ്റ് പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യണ്ടേ, അത്രേ ഉള്ളൂ. ഹലോ വേൾഡ് എന്ന കണ്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് പ്രിന്റ് അയച്ച് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം എങ്ങനെയാണ് അത് വരുന്നത്. സോ പ്രോഗ്രാം എഴുതി ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാൻ ഒരു എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ് മാനേജർ. ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുക സെറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കാണാത്തവരെ കാണാം. മൈ ഡിവൈസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ അതിന്റെ സൈസ് നമുക്ക് സ്ക്രീൻ റെസൊല്യൂഷൻ അനുസരിച്ച് കൂട്ടാം. ഓക്കെ, അതിന്റെ സ്കെയിലിംഗ് സൈസ് ആണ്, അത് നമുക്ക് സ്ക്രീൻ റെസൊല്യൂഷൻ 4.7 ആണ് പറഞ്ഞിരുന്നത്. നമുക്ക് സ്ക്രീൻ സൈസ് നമുക്ക് കുറച്ച് സൈസ് കൂട്ടാം, 7.3. വലിയ സ്ക്രീൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇത് ലോഡ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് ലോഡ് ചെയ്ത് വരും. വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗം നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സ്ക്രീൻ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ലോക്കാണ്. നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ആയി. ഇത് റൺ ചെയ്യുമ്പോൾ താഴെ കണ്ടേ ഇതിങ്ങനെ ഇത്രയും വർക്ക് നടക്കുന്നുണ്ട്. ഫസ്റ്റ് ലോഡ് ചെയ്ത് വരല്ലേ, അപ്പൊ അതിന്റെ ഉള്ളിലുള്ള വർക്ക് നടക്കുന്നപ്പോൾ അതിന് എന്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് വെർച്വൽ ഡിവൈസ്. ക്ലിയർ? ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഈ ഒരു ഡിവൈസിലാണ്. ഇത് ഡിവൈസിൽ വർക്ക് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, നമുക്ക് ആ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാം. അതായത് സൈൻഡ് APK ആയി കൺവേർട്ട് ചെയ്ത ശേഷം നമുക്ക് പ്ലേ സ്റ്റോർക്ക് അപ്ലോഡ് ചെയ്യാം. നമുക്ക് നോക്കാം എങ്ങനെ റൺ ചെയ്യാൻ നോക്കാം. ഇവിടെ കോളേജ് എന്ന് പറഞ്ഞ കണ്ടന്റ് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ റൺ ആസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഫസ്റ്റ് വൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ചോദിക്കുന്നുണ്ട് മെയിൻ ആക്ടിവിറ്റി XML ഡാറ്റ ഇതല്ലേ, അതുപോലെ മെയിൻ ജാവ സെയിം ആണ്, രണ്ടും ഓക്കെ ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, ലോഞ്ചിങ് കോളേജ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ചെയ്ത് കമ്പ്യൂട്ടർ ഡാൽവിക് വെർച്വൽ മെഷീൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പൊ ഇതിലത് ലോഡ് ചെയ്ത് വരും. ഓക്കെ, ഇതാണോ ലോഡ് ചെയ്ത് വരുന്നത് ആപ്ലിക്കേഷൻ. ഇതാ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലാബിൽ ഇവിടെ ഉണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ, അതുപോലെ ബട്ടൺ ഇവിടെ ഉണ്ട്. ക്ലിയർ അല്ലേ? നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇതിന്റെ ഹാർഡ്വെയറിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ കോളേജ് ടൈപ്പ് ചെയ്ത് കോളേജ് എന്നോട് വന്നു കണ്ടോ, ഹലോ. കീബോർഡ് ടൈപ്പിന് ഹാർഡ്വെയർ കീബോർഡാണ് കൊടുത്തുള്ളത്, അതുകൊണ്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ കീബോർഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു കീ പ്രസ് ചെയ്ത പോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ താഴെ ഇവിടുന്ന് കീബോർഡ് സോഫ്റ്റ് കീബോർഡ് ഇവിടെ ഓപ്പൺ ആയി വരും. നമ്മൾ മൊബൈൽ ഫോണിൽ കാണുന്ന പോലെ തന്നെ. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓരോ ലെറ്റേഴ്സ് ക്ലിക്ക് ചെയ്യാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ. പിന്നെ മാത്രമല്ല ഇത് റൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പൺ ആയി വരണ്ടേ, അപ്പോൾ ആ കീബോർഡ് ലോഡ് ചെയ്ത് വരാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഫാസ്റ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹാർഡ്വെയർ കീബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഈ പ്രോഗ്രാം റൺ ചെയ്യിപ്പിക്കാം. ഇനി നമുക്ക് ബാക്ക് സ്പേസ് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതിവിടെ മെനു ഓപ്പൺ ആക്കി നോക്കി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ചെയ്ത് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇവിടെ ആപ്ലിക്കേഷൻ ഇതാ മൈ ഫസ്റ്റ് ആപ്പ് എന്ന് കണ്ടോ. ഇനിയിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയത് ക്ലോസ് ചെയ്തിട്ട് ഇപ്പോൾ നാളെ അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഈ ഫസ്റ്റ് ആപ്പ് എന്നുള്ളത് ഈ ഒരു ഡിവൈസിൽ ഉണ്ടാവും. മൈ ഡിവൈസ് എന്ന് പറഞ്ഞ ഡിവൈസിൽ ഉണ്ടാവും. കാരണം ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താണ്, നാളെ ഓപ്പൺ ആക്കുമ്പോഴും അത് അതുപോലെ ഉണ്ടാവും, അത് പോവില്ല. ഓക്കെ, ഇവിടുന്ന് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന വേണം. ഇതെങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയി നോർമലി അൺഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് പോകും. അതല്ലെങ്കിൽ ഈ ഒരു ഡിവൈസിൽ നിന്ന് നാളെയോ മറ്റന്നാളെയോ നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും ഈ ഒരു ഡിവൈസിനകത്ത് അത് കണ്ടന്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത ഇവിടെ ഒന്നും കാണാമല്ലോ, പ്രൊജക്റ്റ് ഒന്നും കാണാമല്ലോ. പക്ഷെ എന്നാൽ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കണ്ടോ, മൈ ഫസ്റ്റ് ആപ്പ് കണ്ടോ. വേറെ ഒന്ന് ഇതിന് മുമ്പ് ചെയ്തതായിരുന്നു, അതിലുണ്ടായി പോയിട്ടില്ല. അപ്പോൾ ഓരോ സമയത്തും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോകുന്നില്ല. അതിൽ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ ആപ്ലിക്കേഷനും ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്ത് കൺസോൾ എന്നുള്ള ഭാഗമുണ്ട്. ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ ചെയ്ത ഓപ്ഷൻ ഒക്കെ ആണ്. ഫസ്റ്റ് ആൻഡ്രോയിഡ് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു AVD അത് വർക്ക് ചെയ്യിപ്പിക്കുന്ന കണ്ടന്റ് ആണ്. ദെൻ ADB ഈസ് റണ്ണിങ് നോർമലി. ADB എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ഡീബഗർ എന്ന് പറഞ്ഞാൽ എറേഴ്സ് ഉണ്ടോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡീബഗ് ചെയ്യാറുണ്ട്. ആ എറേഴ്സ് ഒക്കെ ഒഴിവാക്കണം. അത് റണ്ണിങ് നോർമലി, പ്രോബ്ലം ഒന്നുമില്ല. കാരണം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഇവിടെ നോക്കിയിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാം.
അതുപോലെ ഇത് നമുക്ക് എമുലേറ്റർ ലോഞ്ച് ചെയ്യാം, അപ്ലോഡ് നമുക്ക് ഇത് റൺ ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന കണ്ടന്റ് അതൊക്കെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റൺ ആപ്ലിക്കേഷൻ ചെയ്യുമല്ലോ, ആ സമയത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്ലോഡിങ് college.apk ഓൺ ടു ഡിവൈസ്, ആ ഡിവൈസിലോട്ട്, ഈ ഡിവൈസിന്റെ നമ്പറാണ് 5554 കണ്ടോ, 5554. ഈ ഒരു ഡിവൈസിലോട്ട് അതിൽ അപ്ലോഡ് ചെയ്യാണ്, അപ്ലോഡിങ് college.apk. അപ്പൊ നമ്മൾ ഈ APK ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഡിവൈസിലോട്ട് അപ്ലോഡ് ചെയ്യാം. ഇതിപ്പോ നമ്മുടെ മൊബൈലാണ് വിചാരിക്കുക, നമ്മൾ പ്ലേ സ്റ്റോറിൽ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ, ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റ് അവിടെ പറഞ്ഞ അപ്ലോഡിംഗ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ ഇന്റർഫേസ്. ഇതിൽ നിന്ന് അങ്ങോട്ട് ചെയ്യുമ്പോൾ അപ്ലോഡിംഗ് ആണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഫോൺ എന്ന രൂപത്തിൽ വരുമ്പോൾ എന്താവും, അത് ഡൗൺലോഡിംഗ് ആയിട്ട് വരും. അപ്പൊ ഇവിടെ അപ്ലോഡിംഗ് ടു ഡിവൈസ്, ആ ഡിവൈസിലേക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം ഈ ഡിവൈസിലോട്ട്. അതിനുശേഷം എന്ത് ചെയ്യണം, ആ കണ്ടന്റ് ഇൻസ്റ്റാൾ ചെയ്യണം. കണ്ടോ, ഇൻസ്റ്റാളിംഗ് ദ കോളേജ് APK. ഡൗൺലോഡ് ചെയ്താൽ മാത്രം വരില്ല, പ്ലേ സ്റ്റോർ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റാളേഷൻ നടക്കണമല്ലോ. സോ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യും, സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വരും. അപ്പോൾ സക്സസ് ആയി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതിൽ ആക്ടിവിറ്റി ഓപ്പൺ ആവും. ഏത് ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി ഓപ്പൺ ആവും. മെയിൻ ആക്ടിവിറ്റി എന്താ ഉള്ളത്, ആ മെയിൻ ആക്ടിവിറ്റിയിലാണ് ഇതുള്ളത്. ഈ ഒരു വിൻഡോ ലോഡ് ചെയ്ത് വരും, അതാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ആ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റന്റ് വർക്ക് ചെയ്തതിനു ശേഷം കറക്റ്റ് ലോഡ് ചെയ്ത വിൻഡോ, ആ ഇന്റന്റ് കൂടെ ഓപ്പൺ ചെയ്യും. ഇന്റന്റ് എന്ന് അറിയാലോ, ജസ്റ്റ് എന്ത് ചെയ്യും, ഇൻവോക്ക് ചെയ്യണം. ജാവ പ്രോഗ്രാമിന് അല്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് കോഡിനെ ഇൻവോക്ക് ചെയ്യുന്ന കണ്ടന്റാണ് ഇന്റന്റ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസർക്ക് വ്യൂ ചെയ്യണം. ആ യൂസർ വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് എന്തായി, ലോഞ്ച് ചെയ്തു. അതോടുകൂടെ ആ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്തു. ആ ഇന്റനോട് കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അത് റൺ ചെയ്യാൻ പോകുന്നൂടെ, ഇതിപ്പോ ലാസ്റ്റ് റൺ ചെയ്തതാണ് ഇതുവരെ. കണ്ടോ, ഞാൻ അതൊന്ന് സ്ക്രീനിൽ സൈസ് കൂട്ടിത്തരാം, ജസ്റ്റ് കാണാൻ പറ്റും. ഇതുവരെ ലാസ്റ്റിലെ കണ്ടന്റ് ആണ്. ഇനിയുള്ള അതിന് ശേഷം വരുന്ന കണ്ടന്റ് ആയിരിക്കും ഇത്. റൺ ചെയ്യാൻ നോക്കി, കണ്ടോ, ഫസ്റ്റ് ലോഞ്ച് ചെയ്തു. അതുപോലെ ADB വർക്കിംഗ് നോർമലിയാണ്, സ്റ്റാർട്ട് ചെയ്തു, എക്സിക്യൂഷൻ തുടങ്ങി. ഇത് അവിടെ വന്നിട്ടുണ്ടാവും, കണ്ടോ, ഓപ്പൺ ആയി വന്നു. ഇത്ര പെട്ടെന്ന് വന്നു. ഇപ്പോൾ ഹോം പേജ് ആയിരുന്നു, ഇതുവരെ ഹോം പേജ് ആയിരുന്നു. കണ്ടോ, ഞാൻ രണ്ടും ഒരുമിച്ച് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്ക്രീന്, ഇത് ഹോം പേജിലാണ്. ഒന്ന് റൺ ചെയ്ത് വെക്കാം ഒന്നുകൂടെ. കണ്ടോ, ലോഞ്ചിങ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടിങ് ആക്ടിവിറ്റി, അതോടുകൂടെ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്ത് വന്നു. കണ്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം നമുക്ക് എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കുക. AVD ഉപയോഗിച്ച് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് കാണിച്ചു തന്നെ. ഇനി നമുക്ക് വേണ്ടത് ജാവയിൽ പ്രോഗ്രാം എഴുതണം. ഇവിടെ ജാവ കോഡ് ഉപയോഗിച്ചിട്ട് പ്രോഗ്രാം എഴുതുക. അതുപോലെ XML കോഡ് ഉപയോഗിച്ചിട്ടാണ് ലേഔട്ട് XML കോഡ്. ഇതിന്റെ XML ഡിസൈൻ ആണ്, അതിന്റെ കോഡ് ഇവിടെ നിന്ന് കിട്ടും. activity_main XML. നമ്മൾ ഈ കൺട്രോൾ എന്തൊക്കെയാണെന്ന് നോക്കി, ഇവിടെ ഒരു ലേബൽ ഉണ്ട്, ടെക്സ്റ്റ് വ്യൂ ഉണ്ട്, അതുപോലെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഇവിടെ ഉള്ളൂ. ആ 3 കാര്യങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക് കോഡ് വന്നിട്ടുണ്ട്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്. ഇതാണോ ടെക്സ്റ്റ് വ്യൂ ആണ്, ഫസ്റ്റ് ടെക്സ്റ്റ് വ്യൂ, ലാബിൽ എന്ന കൺസെപ്റ്റ്. അതുപോലെ എഡിറ്റ് ടെക്സ്റ്റ് പറഞ്ഞ കൺട്രോൾ ആണ് നെക്സ്റ്റ് പറഞ്ഞ കണ്ടന്റ്, ടെക്സ്റ്റ് ബോക്സ്. ഓക്കെ, ഇനി ഒരു ബട്ടൺ ഉണ്ടായിരുന്നു, എന്താ ബട്ടന്റെ കൺട്രോൾ, 3 കൺട്രോൾസ്. ഓക്കെ, അപ്പൊ ഇനി ഇങ്ങനെ കോഡ് എഴുതിയിട്ട് നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.